ഇന്ന് ദിവസം 144. ഇന്ന് വായിക്കുന്ന തിരുവചന ഭാഗങ്ങൾ: 1 രാജാക്കന്മാർ അധ്യായം 2, 2 ദിനവൃത്താന്തം അധ്യായങ്ങൾ 2, 3, സങ്കീർത്തനങ്ങൾ 62. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 2. ദാവീദിന്റെ മരണം. മരണമെടുത്തപ്പോൾ ദാവീദ് പുത്രൻ സോളമനെ അടുത്ത് വിളിച്ച് ഇപ്രകാരം നിർദ്ദേശിച്ചു: മർത്യന്റെ പാതയിൽ ഞാനും പോകുന്നു. ധീരനായിരിക്കുക, പൗരുഷത്തോടെ പെരുമാറുക. നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനകൾ നിറവേറ്റുക. മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക. നിന്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും. നിന്റെ സന്താനങ്ങൾ നേർവഴിക്ക് നടക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുൻപിൽ വിശ്വസ്തരായി വർത്തിക്കുകയും ചെയ്താൽ നിന്റെ സന്തതി ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ നിന്ന് അറ്റുപോവുകയില്ല എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്ത വാഗ്ദാനം നിറവേറ്റേണ്ടതിന് നീ അവിടുത്തെ അനുസരിക്കുക. സെരൂയയുടെ മകൻ യോവാബ് എന്നോട് ചെയ്തതെന്തെന്ന് നിനക്കറിയാമല്ലോ. അവൻ ഇസ്രായേലിലെ 2 സൈന്യാധിപന്മാരെ, നേറിൻ്റെ മകൻ അബ്നേറിനെയും യെതേറിൻ്റെ മകൻ അമാസയെയും കൊലപ്പെടുത്തി. യുദ്ധകാലത്ത് രക്തച്ചൊരിച്ചിലിന് പകരം വീട്ടാൻ അവൻ സമാധാനകാലത്ത് അവരെ വധിക്കുകയും രക്തം ചൊരിയുകയും ചെയ്തു. അവൻ നിരപരാധരെ കൊലപ്പെടുത്തി. അങ്ങനെ എൻ്റെ പാദുകങ്ങളും അരപ്പട്ടയും രക്തം പുരണ്ടിരിക്കുന്നു. ആകയാൽ നീ തന്ത്രപൂർവം പ്രവർത്തിക്കുക. അവൻ വാർദ്ധക്യത്തിലെത്തി സമാധാനത്തോടെ മരിക്കാൻ ഇടവരുത്തരുത്. എന്നാൽ ഗിലെയാദുകാരനായ ബർസില്ലായുടെ മക്കളോട് കാരുണ്യം കാണിക്കണം. നിന്റെ ഭക്ഷണമേശയിൽ അവരും പങ്കുചേരട്ടെ. നിന്റെ സഹോദരനായ അബ്സലോമിൽ നിന്ന് ഞാൻ പലായനം ചെയ്തപ്പോൾ അവർ എന്നെ കാരുണ്യത്തോടെ സ്വീകരിച്ചു. ബഹുറീൻകാരനും ബെഞ്ചമിൻ ഗോത്രജനുമായ ഗേരായുടെ മകൻ ഷിമെയി നിന്നോടുകൂടെയാണല്ലോ. ഞാൻ മഹനായിമിലേക്ക് പോയപ്പോൾ എന്നെ കഠിനമായി ശപിച്ചവനാണവൻ. എങ്കിലും ജോർദാൻ കരയിൽ അവൻ എന്നെ എതിരേറ്റു. അതിനാൽ അവനെ ഞാൻ വാളിനിരയാക്കുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ട്. എന്നാലും അവൻ നിരപരാധനാണെന്ന് കരുതരുത്. അവനോട് എന്തു ചെയ്യണമെന്ന് നിനക്കറിയാം. നീ ബുദ്ധിമാനാണല്ലോ. അവൻ്റെ നരച്ച തല രക്തരൂഷിതമായി പാതാളത്തിലെത്തട്ടെ. ദാവീദ് മരിച്ചു. അവനെ സ്വനഗരത്തിൽ അടക്കം ചെയ്തു. അവൻ ഇസ്രായേലിൽ 40 വർഷം ഭരിച്ചു. 7 വർഷം ഹെബ്രോണിലും 33 വർഷം ജെറുസലേമിലും. പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ സോളമൻ ആരൂഢനായി. അവൻ്റെ രാജ്യം സുപ്രതിഷ്ഠിതമായി. സോളമൻ എതിരാളികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ഹഗ്ഗീത്തിൻ്റെ മകൻ അദോനിയ സോളമൻ്റെ അമ്മ ബത്ശേബയെ ചെന്ന് കണ്ടു. നിന്റെ വരവ് സൗഹാർദ്ദപൂർണമാണോ എന്ന് അവൾ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, സൗഹാർദ്ദപരം തന്നെ. എന്നാൽ എനിക്ക് ചിലത് പറയാനുണ്ട്. പറയാനുള്ളത് പറയുക. അവൻ പറഞ്ഞു, രാജ്യം എനിക്ക് കിട്ടേണ്ടതായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ രാജാവാകുമെന്ന് ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മറിച്ച് സംഭവിച്ചു. എൻ്റെ സഹോദരൻ രാജാവായി. ഇത് കർത്താവിൻ്റെ ഹിതമാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം അഭ്യർത്ഥിക്കുകയാണ്. അത് തള്ളിക്കളയരുത്. എന്താണെന്ന് പറയുക. അവൾ പറഞ്ഞു. അവൻ അഭ്യർത്ഥിച്ചു, ഷൂനാംകാരി അഭിഷാഗിനെ എനിക്ക് ഭാര്യയായി തരണമെന്ന് സോളമൻ രാജാവിനോട് പറയണം. അവൻ നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയുകയില്ല. ശരി, ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാം. അവൾ പറഞ്ഞു. ബത്ശേബ അദോനിയായ്ക്ക് വേണ്ടി സംസാരിക്കാൻ സോളമൻ രാജാവിനെ സമീപിച്ചു. രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിലിരുന്നു. മാതാവിനെ ഇരിപ്പിടം സജ്ജീകരിച്ചു. അവൾ രാജാവിൻ്റെ വലതുഭാഗത്തിരുന്നു. ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം ആവശ്യപ്പെടുന്നു. തള്ളിക്കളയരുത്. അവൾ പറഞ്ഞു. എന്താണമ്മേ അത്? പറയുക. ഞാൻ തള്ളിക്കളയുകയില്ല. അവൻ മറുപടി പറഞ്ഞു. ഷൂനാംകാരി അഭിഷാഗിനെ നിന്റെ സഹോദരൻ അദോനിയായിക്ക് ഭാര്യയായി കൊടുക്കണം. അവൾ പറഞ്ഞു. സോളമൻ രാജാവ് അമ്മയോട് ഇങ്ങനെ പ്രതിവചിച്ചു, ഷൂനാംകാരി അഭിഷാഗിനെ അദോനിയായിക്ക് വേണ്ടി ചോദിക്കുന്നത് എന്താണ്? രാജ്യവും അവനു വേണ്ടി ചോദിക്കാമല്ലോ. അവൻ എൻ്റെ ജ്യേഷ്ഠനല്ലേ. പുരോഹിതൻ അബിയാദറും സെരൂയയുടെ മകൻ യോവാബും അവൻ്റെ പക്ഷമാണല്ലോ. അനന്തരം സോളമൻ കർത്താവിൻ്റെ നാമത്തിൽ ശപഥം ചെയ്തു, അദോനിയയുടെ അഭ്യർത്ഥന അവൻ്റെ ജീവൻ ഒടുക്കിയില്ലെങ്കിൽ ദൈവം എന്നോട് അതും അതിലധികവും ചെയ്യട്ടെ. എൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ കർത്താവ് എന്നെ ഉപവിഷ്ടനാക്കി.
അവിടുത്തെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് എനിക്കൊരു ഭവനം തീർത്തിരിക്കുന്നു. കർത്താവാണേ, അദോനിയ ഇന്ന് തന്നെ മരിക്കണം. സോളമൻ രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് യഹോയദായുടെ മകൻ ബെനായ അദോനിയായെ വധിച്ചു. പുരോഹിതൻ അബിയാദറിനോട് രാജാവ് പറഞ്ഞു, നിന്റെ ജന്മദേശമായ അനോത്തോത്തിലേക്ക് പോവുക. നീയും മരണശിക്ഷയ്ക്ക് അർഹനാണ്. എങ്കിലും ഇപ്പോൾ ശിക്ഷിക്കുന്നില്ല. ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം എൻ്റെ പിതാവായ ദാവീദിൻ്റെ മുൻപിൽ നീ വഹിച്ചു. കൂടാതെ എൻ്റെ പിതാവിൻ്റെ എല്ലാ ദുരിതങ്ങളിലും നീയും പങ്കുചേർന്നു. സോളമൻ അബിയാദറിനെ കർത്താവിൻ്റെ പുരോഹിത സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. അങ്ങനെ കർത്താവ് ഷീലോയിൽ വെച്ച് ഏലിയുടെ ഭവനത്തെപ്പറ്റി അരുളി ചെയ്തത് നിറവേറി. ഈ വാർത്ത അറിഞ്ഞുടനെ യോവാബ് ഓടിച്ചെന്ന് കർത്താവിൻ്റെ കൂടാരത്തിൽ ബലിപീഠത്തിൻ്റെ വളർകോണുകളിൽ പിടിച്ചു. അവൻ അബ്സലോമിൻ്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അദോനിയയുടെ പക്ഷം ചേർന്നവനാണ്. യോവാബ് കർത്താവിൻ്റെ കൂടാരത്തിൽ ബലിപീഠത്തിനരികെ നിൽക്കുന്നുവെന്നറിഞ്ഞ സോളമൻ രാജാവ് ഉടനെ അവനെ കൊന്നുകളയുക എന്ന് പറഞ്ഞ് യഹോയദായുടെ മകൻ ബെനായ അയച്ചു. ബെനായ കർത്താവിൻ്റെ കൂടാരത്തിൽ ചെന്ന് അവനോട് പറഞ്ഞു, പുറത്തു വരാൻ രാജാവ് കൽപ്പിക്കുന്നതായി പറഞ്ഞു. വരികയില്ല, ഞാൻ ഇവിടെ തന്നെ മരിക്കും എന്നായിരുന്നു അവൻ്റെ മറുപടി. യോവാബ് പറഞ്ഞത് ബെനായ രാജാവിനെ അറിയിച്ചു. അവൻ പറഞ്ഞതുപോലെ ചെയ്യുക, അവനെ കൊന്ന് കുഴിച്ചിടുക എന്ന് രാജാവ് ബെനായോട് കൽപ്പിച്ചു. അങ്ങനെ യോവാബ് അകാരണമായി ചിന്തിയ നിഷ്കളങ്ക രക്തത്തിൻ്റെ ഉത്തരവാദിത്വം എന്നിൽ നിന്നും എൻ്റെ പിതൃഭവനത്തിൽ നിന്നും നീക്കിക്കളയുക. അവൻ്റെ രക്തപങ്കിലമായ പ്രവൃത്തികളുടെ പ്രതിഫലം അവൻ്റെ മേൽ തന്നെ കർത്താവ് വരുത്തട്ടെ. ഇസ്രായേൽ സൈന്യാധിപനും നീറിൻ്റെ മകനുമായ അബ്നേറിനെയും യൂദാ സൈന്യാധിപനും യദേറിൻ്റെ മകനുമായ അമാസിയെയും എൻ്റെ പിതാവായ ദാവീദിൻ്റെ അറിവ് കൂടാതെ അവൻ വാളിനിരയാക്കി. അവർ ഇരുവരുടെർക്കും അവനേക്കാൾ നീതിയും സദ്ഗുണവും ഉണ്ടായിരുന്നല്ലോ. അവരെ കൊന്നതിൻ്റെ ശിക്ഷ യോവാബിൻ്റെയും അവൻ്റെ സന്തതികളുടെയും മേൽ എന്നേക്കുമുണ്ടാകും. ദാവീദിനും അവൻ്റെ സന്തതികൾക്കും കുടുംബത്തിനും സിംഹാസനത്തിനും കർത്താവിൻ്റെ സമാധാനം എന്നേക്കും നിലനിൽക്കും. യഹോയദായുടെ മകൻ ബെനായ യോവാബിനെ വധിച്ച് വിജനപ്രദേശത്തുള്ള അവൻ്റെ ഭവനത്തിൽ അടക്കം ചെയ്തു. രാജാവ് അവന് പകരം യഹോയദായുടെ മകൻ ബെനായയെ സൈന്യാധിപനായി നിയമിച്ചു. അബിയാദറിന് പകരം പുരോഹിതൻ സാദോക്കിനെയും നിയമിച്ചു. പിന്നെ രാജാവ് ആളയച്ച് ഷിമയെ വരുത്തി അവനോട് പറഞ്ഞു, ജെറുസലേമിൽ ഒരു വീട് പണിത് പാർത്തുകൊള്ളുക. അവിടം വിട്ട് പുറത്തു പോകരുത്. പുറത്തിറങ്ങി കെദ്രോൻ തോട് കടക്കുന്ന നാളിൽ നീ മരിക്കുമെന്ന് ഓർമ്മിച്ചു കൊള്ളുക. നിന്റെ രക്തത്തിന് നീ തന്നെയായിരിക്കും ഉത്തരവാദി. ശരി, രാജാവായ അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് ഷിമെയി പറഞ്ഞു. അങ്ങനെ കുറെ കാലം അവൻ ജെറുസലേമിൽ വസിച്ചു. 3 വർഷത്തിനു ശേഷം ഷിമെയുടെ 2 അടിമകൾ മാഖയുടെ മകനും ഗത്തിലെ രാജാവുമായ അക്കീഷിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. തൻ്റെ അടിമകൾ ഗത്തിലുണ്ടെന്ന് ഷിമെയി അറിഞ്ഞു. അവൻ അടിമകളെ അന്വേഷിച്ച് കഴുതപ്പുറത്ത് കയറി ഗത്തിൽ അക്കീഷിൻ്റെ അടുത്തേക്ക് തിരിച്ചു. അവൻ അവരെ ഗത്തിൽ നിന്ന് മടക്കി കൊണ്ടുവന്നു. ഷിമെയി ജെറുസലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങിയെത്തിയെന്ന് സോളമൻ അറിവ് കിട്ടി. രാജാവ് ആളയച്ച് ഷിമെയെ വരുത്തി പറഞ്ഞു, ജെറുസലേം വിട്ടു പോകരുതെന്ന് ദൈവനാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതാണ്. പോയാൽ നീ മരിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. നീ അത് സമ്മതിച്ച് എന്നെ അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ലേ? എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രതിജ്ഞ നീ ലംഘിച്ചത്? എന്തുകൊണ്ട് എൻ്റെ കൽപ്പന നീ നിരസിച്ചു? രാജാവ് തുറന്നു, എൻ്റെ പിതാവായ ദാവീദിനോട് നീ പ്രവർത്തിച്ച തിന്മകൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ. കർത്താവിൻ്റെ ശിക്ഷ നീ അനുഭവിക്കണം. എന്നാൽ സോളമൻ രാജാവ് അനുഗ്രഹീതനായിരിക്കും. ദാവീദിൻ്റെ സിംഹാസനം കർത്താവിൻ്റെ മുൻപിൽ എന്നേക്കും സുസ്ഥാപിതമായിരിക്കുകയും ചെയ്യും. രാജാവ് യഹോയദായുടെ മകൻ ബെനായോട് കൽപ്പിച്ചു. അവൻ ഷിമെയെ വധിച്ചു. അങ്ങനെ രാജ്യം സോളമൻ്റെ കയ്യിൽ സുസ്ഥിരമായി. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 2. ദേവാലയ നിർമ്മാണത്തിന് ഒരുക്കം. കർത്താവിൻ്റെ നാമത്തിന് ആലയവും തനിക്ക് വേണ്ടി കൊട്ടാരവും പണിയാൻ സോളമൻ തീരുമാനിച്ചു. 70,000 ചുമട്ടുകാരെയും 80,000 കല്ലുവെട്ടുകാരെയും അവരുടെ മേൽനോട്ടം വഹിക്കാൻ 3,600 പേരെയും സോളമൻ നിയമിച്ചു. ടയർ രാജാവായ ഹീരാമിന് സോളമൻ സന്ദേശം കൊടുത്തയച്ചു. എൻ്റെ പിതാവായ ദാവീദ് രാജാവ് കൊട്ടാരം പണിതപ്പോൾ അങ്ങാണല്ലോ ദേവദാരു നൽകിയത്. അതുപോലെ എനിക്കും തരിക. സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കുകയും നിരന്തരമായ തിരുസാന്നിധ്യപ്പം കാഴ്ചവെക്കുകയും ഇസ്രായേലിനെ എന്നേക്കുമായി നിശ്ചയിച്ചിരിക്കുന്ന സാബത്തിലും അമാവാസിയിലും ദൈവമായ കർത്താവിൻ്റെ ഉത്സവ ദിവസങ്ങളിലും കാലത്തും വൈകുന്നേരവും ദഹനബലി അർപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി
എൻ്റെ ദൈവമായ കർത്താവൻ ആലയം പണിത് പ്രതിഷ്ഠിക്കുന്നതിന് ഞാൻ ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരിലും ശ്രേഷ്ഠനാണ്. അതിനാൽ മഹത്തായ ഒരാലയം പണിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിനോ സ്വർഗത്തിന് പോലുമോ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവിടത്തേക്ക് ആലയം പണിയാൻ ആർക്ക് കഴിയും? സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാൻ ഒരു മന്ദിരം എന്നതിൽ കവിഞ്ഞ് അവിടത്തേക്ക് ആലയം പണിയാൻ ഞാൻ ആരാണ്? അതിനാൽ സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ് ഇവ കൊണ്ടുള്ള പണിയിലും നീലം, ധൂമ്രം, കടുംചമപ്പ് നൂലുകളുടെ നെയ്ത്തിലും ചിത്രവേലയിലും സമർത്ഥനായ ഒരാളെ അയച്ചു തരിക. യൂദായിലും ജെറുസലേമിലും നിന്ന് എൻ്റെ പിതാവ് തിരഞ്ഞെടുത്ത വിദഗ്ധ ജോലിക്കാരോടുകൂടെ അവനും ചേരട്ടെ. അതിനാൽ ലബനോനിലെ ദേവദാരുവും സരളമരവും രക്തചന്ദനവും അയച്ചു തരിക. നിന്റെ മരം വെട്ടുകാർ വളരെ സമർത്ഥരാണെന്ന് എനിക്കറിയാം. എൻ്റെ ജോലിക്കാരെയും അവരോടുകൂടെ നിർത്താം. ബൃഹത്തും വിസ്മയനീയവുമായ ആലയമാണ് ഞാൻ പണിയാൻ ആഗ്രഹിക്കുന്നത്. അതിന് വളരെയധികം തടി ആവശ്യമുണ്ട്. നിന്റെ വേലക്കാരുടെ ആവശ്യത്തിന് 20,000 കോർ ഉമികളഞ്ഞ ഗോതമ്പും അത്രയും ബാർലിയും 20,000 ബത്ത് വീഞ്ഞും അത്രയും എണ്ണയും ഞാൻ തരാം. ടയർ രാജാവായ ഹീരാം സോളമന് മറുപടി അയച്ചു, കർത്താവ് തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നതിലാണ് അങ്ങയെ അവർക്ക് രാജാവായി നിയമിച്ചത്. കർത്താവിന് ആലയവും രാജാവിന് കൊട്ടാരവും പണിയാൻ വിവേകവും അറിവുമുള്ള ജ്ഞാനിയായ ഒരു മകനെ ദാവീദ് രാജാവിന് നൽകിയ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ബുദ്ധിമാനും സമർത്ഥനുമായ ഹൂരാമബിയെ ഞാൻ അങ്ങോട്ട് അയക്കുന്നു. അവൻ്റെ അമ്മ ദാൻ ഗോത്രജയും പിതാവ് ടയർ ദേശക്കാരനുമാണ്. സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ്, കല്ല്, തടി ഇവ കൊണ്ടുള്ള പണിയിലും നീലം, ധൂമ്രം, കടുംചമപ്പ് നൂലുകളും ചേർത്ത ചനവും കൊണ്ടുള്ള നെയ്ത്തിലും എല്ലാത്തരം കൊത്തുപണികളിലും അവൻ അതിവിദഗ്ധനാണ്. അങ്ങയുടെയും അങ്ങയുടെ പിതാവായ ദാവീദിൻ്റെയും കരകൗശല പണിക്കാരോട് ചേർന്ന് അവനെ ഏൽപ്പിക്കുന്ന ഏതു പണിയും ചെയ്യാൻ അവൻ നിപുണനാണ്. അങ്ങ് പറഞ്ഞ ഗോതമ്പും ബാർലിയും എണ്ണയും വീഞ്ഞും ഭൃത്യന്മാർ വഴി കൊടുത്തയക്കുക. ആവശ്യമുള്ളത്ര തടി ലബനോനിൽ നിന്ന് ഞങ്ങൾ വെട്ടിത്തരാം. അത് ചങ്ങാടം കെട്ടി കടൽ വഴി ജോപ്പായിലെത്തിക്കാം. അവിടെ നിന്ന് ജെറുസലേമിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാമല്ലോ. പിന്നീട് പിതാവായ ദാവീദിനെ പോലെ സോളമനും ഇസ്രായേൽ ദേശത്ത് പാർക്കുന്ന വിദേശികളുടെ കണക്കെടുത്തു. അവർ 1,53,600 പേർ ഉണ്ടായിരുന്നു. അതിൽ 70,000 പേരെ ചുമട്ടുകാരും 80,000 പേരെ കല്ലുവെട്ടുകാരും 3,600 പേരെ മേൽനോട്ടക്കാരുമായി നിയമിച്ചു. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 3. ദേവാലയ നിർമ്മാണം. ജെറുസലേമിൽ തൻ്റെ പിതാവായ ദാവീദിന് കർത്താവ് പ്രത്യക്ഷനായ സ്ഥലത്ത് ആലയം പണിയുവാൻ സോളമൻ ആരംഭിച്ചു. മോറിയ പർവ്വതത്തിൽ ജബൂസിനായ ഒർണാൻ്റെ മതിക്കളത്തിൽ ദാവീദ് കണ്ടുവച്ച സ്ഥാനത്ത് തന്നെയാണ് പണിതത്. ഭരണത്തിന് 4-ാം വർഷം 2-ാം മാസം സോളമൻ പണി തുടങ്ങി. ദേവാലയത്തിന് അവൻ നിശ്ചയിച്ച അളവിൻ പ്രകാരം നീളം പഴയ കണക്കനുസരിച്ച് 60 മുഴവും വീതി 20 മുഴവുമായിരുന്നു. മുഖമണ്ഡപത്തിന് ആലയത്തിൻ്റെ വീതിക്കൊത്ത് 20 മുഴം നീളവും ഉണ്ടായിരുന്നു. ഉയരം 120 മുഴവും. അതിൻ്റെ അകവശം മുഴുവനും തങ്കം കൊണ്ട് പൊതിഞ്ഞു. അതിന് സ്വർണ്ണമരം കൊണ്ട് മച്ചിട്ടു. അതും തങ്കം കൊണ്ട് പൊതിഞ്ഞു. പനകളും ചങ്ങലകളും അതിന്മേൽ കൊത്തിവെച്ചു. ആലയം രത്നം കൊണ്ടും പാർവയമ്മിലെ സ്വർണം കൊണ്ടും അലങ്കരിച്ചു. തുലാങ്ങൾ, വാതിൽപ്പടികൾ, ഭിത്തി, കതകുകൾ ഇങ്ങനെ ആലയം മുഴുവനും സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ചുവരിന്മേൽ കെരൂബുകളുടെ രൂപങ്ങളും കൊത്തിവെച്ചു. ശ്രീകോവിലും പണിതു. അതിൻ്റെ നീളവും വീതിയും ആലയത്തിൻ്റെ വീതിക്കൊത്ത് 20 മുഴം വീതമായിരുന്നു. 600 താലന്ത് തനിത്തങ്കം കൊണ്ട് അത് പൊതിഞ്ഞു. അതിൻ്റെ ആണികൾ പൊന്നുകൊണ്ടായിരുന്നു. ഓരോന്നിനും 50 ഷെക്കൽ തൂക്കം വരും. മാളിക മുറികളും അന്ന് പൊന്നു പതിച്ചവയായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് തടി കൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കി. അവയും തങ്കത്താൽ ആവരണം ചെയ്തു. 2 കെരൂബുകളുടെ ചിറകുകൾക്ക് മൊത്തം 20 മുഴം നീളമുണ്ടായിരുന്നു. ഓരോ ചിറകിനും 5 മുഴം നീളം. മധ്യത്തിലുള്ളവ രണ്ടും ഒന്നോടൊന്ന് തൊട്ടും രണ്ടറ്റത്തുമുള്ളവ ആലയത്തിൻ്റെ ഭിത്തിയോട് ചേർന്നു നിന്നിരുന്നു. ചിറകുകൾ മുഴുനീളത്തിൽ വിടർത്തി കാലുകൾ നിലത്തുറപ്പിച്ച് മുഖമണ്ഡപത്തിലേക്ക് നോക്കിയാണ് കെരൂബുകൾ നിലം കൊണ്ടത്. നീലം, ധൂമ്രം, കടുംചമപ്പ് നൂലുകൾ, നേർത്ത ചണം ഇവ ഉപയോഗിച്ച് കെരൂബുകളുടെ ചിത്രപ്പണിയുള്ള ഒരു തിരശീലയും നെയ്തുണ്ടാക്കി. ആലയത്തിന് മുൻപിൽ 35 മുഴം ഉയരമുള്ള 2 സ്തംഭങ്ങൾ പണിതു. അവയ്ക്ക് മുകളിൽ 5 മുഴം വീതമുള്ള പോതികകളും ഉണ്ടാക്കി വെച്ചു. സ്തംഭങ്ങളുടെ മുകൾ ഭാഗം മാലക്കണ്ണികൾ കൊണ്ട് അലങ്കരിച്ചു. 100 മാതളപ്പഴങ്ങളുണ്ടാക്കി അതിനിടയിൽ കോർത്തിട്ടു.
ദേവാലയത്തിന് മുൻപിൽ ഇടത്തും വലത്തുമായി ഈ സ്തംഭങ്ങൾ സ്ഥാപിച്ചു. വലത്തേതിന് യാക്കീൽ എന്നും ഇടത്തേതിന് ബോവാസ് എന്നും പേരു നൽകി. സങ്കീർത്തനങ്ങൾ 62. ആശ്വാസം ദൈവത്തിൽ മാത്രം. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അവിടെ നിന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. ഞാൻ കുലുങ്ങി വീഴുകയില്ല. ചരിഞ്ഞ മതിലും ആടുന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങൾ എത്ര നാൾ ഒരുമ്പെടും? അവൻ്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത്. അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു, അധരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു, ഹൃദയം കൊണ്ട് ശപിക്കുന്നു. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. എനിക്ക് കുലുക്കം തട്ടുകയില്ല. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്. എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ സങ്കേതം. മർത്യൻ ഒരു നിശ്വാസം മാത്രം. വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ്. ചൂഷണത്തിൽ ആശ്രയിക്കരുത്. കവർച്ചയിൽ വ്യർത്ഥമായ ആശ വയ്ക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്. കർത്താവേ, കാരുണ്യവും അങ്ങയുടേതാണ്. അവിടുന്ന് മനുഷ്യന് പ്രവർത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു.